എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചില പുരുഷന്മാര് ചില ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അവരുടെ വിവാഹ ബന്ധത്തിലെ ഇന്റിമസി ഒക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞ അവസ്ഥയൊക്കെയുള്ള ആൾക്കാർ പറയാറുണ്ട്, വയസ്സൊക്കെ ആയില്ലേ, പ്രായമൊക്കെ ആയതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള താല്പര്യമൊക്കെ കുറവാകുമെന്ന് അറിയാം, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടിന് കാരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ കുടുംബ ബന്ധത്തിലെ ഇന്റിമസി കുറച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കേവലമായിട്ട് ഇങ്ങനെ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള ഒരു പ്രശ്നം വരുന്ന ഒരു വ്യക്തി പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണുകളുടെ കാര്യമാണ്. രാവിലെ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കുറവാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രശ്നം നമ്മൾ എടുക്കാറുണ്ട്. മറ്റു ചിലർക്ക് ഫീനൈൽ ആർട്ടറിയിലേക്കുള്ള രക്തക്കുഴലുകളിലേക്കുള്ള സങ്കോചം അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കൊറോണറി ആർട്ടറി ഡിസീസ് പോലെയുള്ള രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബ്ലോക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ സാധ്യത കൂടുന്നുണ്ട്. മറ്റു ചിലർക്ക് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ആണ്, അല്ലെങ്കിൽ നാഡികളുടെ ബലക്ഷയം കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ഇന്റിമസി കുറവൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ചിലർക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നോർമൽ ആയിരിക്കാം. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ വേറെ ചില ഹിസ്റ്ററി ചോദിച്ചാൽ, അവരുടെ ജീവിത ചര്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രധാനപ്പെട്ട ചില കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഉദാഹരണത്തിന്, ഇത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും പറയുന്നത് രാവിലെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഞെട്ടി എഴുന്നേക്കും, പിന്നെ ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറങ്ങാൻ പറ്റില്ല. മറ്റൊരു ചില ആൾക്കാർ പറയാ ശരീരത്തിൽ അതികഠിനമായ വേദന, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇപ്പം ജോയിന്റുകളൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, വാദസംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എല്ലായിടത്തും വേദനയാണ് ശരീരത്തിന്റെ, പ്രത്യേകിച്ച് മസ്കുലർ പെയിൻ പോലെയൊക്കെ വരാറുണ്ട്. മറ്റു ചിലർക്ക് ജോയിന്റിന്റെ സ്റ്റിഫ്നെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വാതരോഗങ്ങളൊന്നുമില്ല, പക്ഷെ ജോയിന്റ് ഒരു സ്റ്റിഫായിട്ട് തോന്നും. മറ്റു ചിലർക്ക് ഇതിന്റെ ഒക്കെ കൂടെ മറവി, ഈ സാധനങ്ങൾ വെച്ച സ്ഥലം മറക്കുക, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഫോഗ് വന്നതുപോലെ ഒരു കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും ചില ഒരു കൺക്ലൂഷനിലേക്ക് എത്താനൊന്നും പറയാൻ പറ്റാത്ത ഒരു പ്രശ്നം. മറ്റു ചിലർക്ക് പ്രായം കൂടി എന്നുള്ള ഒരു ചിന്തയാണ്. പ്രായം അധികമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും വളരെ പ്രായമായി, അവശനായി. വേറെ ചിലർ പറയുന്നത് പണ്ടൊക്കെ രോഗം വന്നാൽ 2-3 ദിവസം കൊണ്ട് മാറുന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ അതേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ 3 ഇരട്ടി 4 ഇരട്ടി ദിവസങ്ങൾ എടുത്തിട്ടാണ് ഇതൊന്ന് മാറിക്കിട്ടുക. അപ്പോൾ സമയം ഒത്തിരി എടുക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതായിട്ട് അവർ പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെക്ഷുവൽ ഡ്രൈവ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് കൂടിയിട്ടാണ് കുറഞ്ഞു വരുന്നതെങ്കിൽ അവിടെ വില്ലൻ മറ്റാരുമല്ല, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോണാണ്, നമുക്കൊക്കെ അറിയാം. ഇത്തരത്തിലുള്ള കോർട്ടിസോൾ എലിവേഷൻ കൊണ്ട്, കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിനകത്ത് വർദ്ധിച്ചു നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ നാഡീ വ്യവസ്ഥയ്ക്ക് വരുന്ന ഒരു സ്ട്രെസ്, ആ നാഡീ വ്യവസ്ഥയ്ക്ക് വരുന്ന സ്ട്രെസ് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ മേൽ സൂചിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ എന്ന് നമ്മൾ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരും. ഇത്തരത്തിൽ കോർട്ടിസോൾ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുക, അവരുടെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പല കാര്യത്തിലും സ്ട്രെസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് വരാനുള്ള, പ്രത്യേകിച്ച് കോർട്ടിസോൾ കുറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് തന്നെ നോർമലായിട്ട് കോർട്ടിസോൾ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പൊതുവായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവര് കോർട്ടിസോൾ എടുക്കുന്ന സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ എടുക്കുന്ന റേഞ്ച് അല്ല ഉച്ചയ്ക്ക് ഉണ്ടാവുക, അതല്ല വൈകുന്നേരം ഉണ്ടാവുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളൊക്കെ ഇപ്പൊ ഞാൻ കോർട്ടിസോൾ സാധാരണ എടുക്കാൻ പറയുന്നത് 8 മണിക്ക് മുമ്പൊക്കെ എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. രാവിലെ ആകുമ്പോൾ 6 തൊട്ട് 23 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ എന്ന രീതിയിലാണ് ഇതിന്റെ അളവ്. 6 തൊട്ട് 23 വരെ ഇതിന്റെ റേഞ്ച് വരാം രാവിലെ. ആഫ്റ്റർനൂൺ ആണെങ്കിലും ഉച്ചയ്ക്ക് ഉള്ള സമയമൊക്കെ ആണെങ്കിൽ 3 to 16 ആണ്, 3 തൊട്ട് 16 16ന്റെ മുകളിൽ കൂടിക്കഴിഞ്ഞാൽ കോർട്ടിസോൾ വളരെയധികം കൂടിയെന്ന് ഒരു നിഗമനത്തിൽ നമ്മൾ എത്തേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോർട്ടിസോളിന്റെ അളവ് കുറച്ച് കുറയും, അത് 5 കുറവായിട്ടൊക്കെയാണ് പൊതുവെ കാണാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോർട്ടിസോൾ ഒരു മനുഷ്യനിൽ കുറയുന്നത്? കോർട്ടിസോൾ കുറയാൻ പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഒരു രോഗം, ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ, കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം,
അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ ഒന്നിച്ച് കാണിക്കുക, ഒരു സിൻഡ്രോം ആയിട്ട് കാണിക്കുക. ഈ കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് സാധാരണ പിറ്റ്യൂട്ടറിയിലോ അതുപോലെയുള്ള ചില ഹോർമോണൽ വേരിയേഷൻസ് വരുന്നത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അവർക്ക് ഈ കോർട്ടിസോൾ എപ്പോഴും എലിവേറ്റഡ് ആയി നിൽക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അവർക്ക് മൂൺ ഫേസ് ഉണ്ടാവും, തടി കൂടാം, അല്ലെങ്കിൽ ബഫല്ലോ ബമ്പ് പുറകിൽ ഒരു ഹബ്ബ് പോലെ വരാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവുക. കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരാൾ, ചിലവരൊക്കെ 4 മണിക്കൂർ ഈ നമ്മളെ വീഡിയോ അല്ലെങ്കിൽ TV ഒക്കെ കണ്ടിട്ട് വെറും 4 മണിക്കൂർ 5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഉറക്കക്കുറവ് ഉള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും കോർട്ടിസോൾ എലിവേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നയിക്കപ്പെട്ടേക്കാം. അവർക്ക് നേരത്തെ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റൊന്ന് കൊഫൈൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. കൊഫൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോഫി കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോർട്ടിസോളിന്റെ എലിവേഷന് ഉണ്ടാകുന്ന ഒരു സാധ്യത, ഡിഫറൻസ് ഉണ്ടാക്കാൻ കാര്യമുണ്ട്. മറ്റ് ചില മരുന്നുകൾ, ചില കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കും കോർട്ടിസോൾ എലിവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അമിതവണ്ണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനകത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചുകളിൽ ഫലമായിട്ട് ഈ പറയുന്ന കോർട്ടിസോൾ എലിവേഷൻ ഉണ്ടാവാം. മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രോമാസ് ആണ്, ആഘാതങ്ങൾ. ശാരീരികമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങളോ മാനസികമായിട്ട് വരുന്ന അതികഠിനമായിട്ടുള്ള ആഘാതങ്ങളോ കോർട്ടിസോൾ എന്ന് പറയുന്ന ഘടകത്തിന്റെ എലിവേഷനിലേക്ക് നയിക്കാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ കുറെ ലക്ഷണങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ. ശരീരത്തിന് വേദന ഉണ്ടാവുക, സെക്ഷൽ ഡ്രൈവ് കുറയുക, മറവി ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, പ്രായം വർദ്ധിച്ചു എന്ന രീതിയിലേക്ക് ഒരു ക്ഷീണാവസ്ഥയിലേക്ക് പോവുക, ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കുറയുക, ജോയിന്റിന്റെ സ്റ്റിഫ്നെസ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വാദസംബന്ധമായ രോഗങ്ങളില്ലാതെ വരിക, ശരീരവേദന ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കാര്യം കൊണ്ട് കോർട്ടിസോൾ കൂടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, അവരുടെ ഉറക്കം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി നോക്കുക. കുഷിംഗ് സിൻഡ്രോം പോലെയുള്ള ഒരു കാര്യമാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള മെഡിക്കൽ അഡ്വൈസോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കൊഫൈൻ്റെ ഉപയോഗം കുറക്കുക. അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. മാനസിക സമ്മർദ്ദമുള്ള ആളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു താൽക്കാലിക ആവശ്യത്തിനുള്ള ഒരു മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറുകയില്ല. ഇനി ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് വരുത്തുന്നതോടുകൂടി തന്നെ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചില സപ്ലിമെന്റേഷൻസ് കൂടെ ആവശ്യമുണ്ട്. ചില സപ്ലിമെന്റുകൾ, ചില മോളിക്യൂളുകൾ ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന കോർട്ടിസോൾ എലിവേഷൻ ഉണ്ടാവാം. അത്തരത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മഗ്നീഷ്യം. ഗ്ലൈസിനേറ്റോ ബിസ്ഗ്ലൈസിനേറ്റ് രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ അനുപാതത്തിൽ കൊടുക്കുന്നത് തീർച്ചയായും കോർട്ടിസോൾ എലിവേഷൻ കുറക്കാൻ വേണ്ടി ലൈഫ് സ്റ്റൈൽ വ്യത്യാസം വരുത്തുന്നതോട് കൂടിയിട്ട് കഴിയും. മറ്റൊന്ന് അശ്വഗന്ധയാണ്. അശ്വഗന്ധ കൃത്യമായ അനുപാതത്തിൽ കൊടുക്കുന്നതും കോർട്ടിസോളിന്റെ എലിവേഷൻ വളരെ കുറഞ്ഞ് വരുത്തുന്നതായിട്ട് പല പഠനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. L-തിയാനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, L-തിയാനിനും നന്നായിട്ട് ഈ കോർട്ടിസോൾ എലിവേഷൻ കുറക്കുന്ന ഒരു കാര്യമാണ്. ഈ കോർട്ടിസോൾ എലിവേഷൻ കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകളും കാര്യങ്ങളും ഗണ്യമായിട്ട് കുറക്കാൻ വേണ്ടി omega-3 എന്ന് പറയുന്ന കണ്ടന്റിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സസീവായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ, അതികഠിനമായി ഒരുപാട് നേരത്തേക്ക് നമ്മൾ ഭയങ്കര സ്ട്രെയിനിയസ് ആയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങളും കോർട്ടിസോൾ എലിവേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഉറക്കക്കുറവിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സസൈസിന് ഒരു മോഡറേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എക്സസൈസിന്റെ കാഠിന്യം നിങ്ങൾ അല്പം കുറയ്ക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായും വരിതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് കോർട്ടിസോൾ എലിവേഷൻ കൊണ്ടുണ്ടാകുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ വിഷയങ്ങളെല്ലാം തന്നെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.